Hi students, welcome back to Target Learning App. സമയം തികയുന്നില്ല ഒന്നിനും ഇനി പരാതി പറയേണ്ട. SSLC +2 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഈയിടെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്, സാർ ഒന്നിനും സമയം കിട്ടുന്നില്ല. രാവിലെ എണീറ്റ് ട്യൂഷൻ ക്ലാസ്സിന് പോകണം, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം, വൈകുന്നേരം വരെ സ്കൂളിലെ ക്ലാസ്, വൈകുന്നേരം സ്കൂളിൽ റിവിഷൻ ക്ലാസ്, അത് കഴിഞ്ഞ് രാത്രി ഓൺലൈൻ ക്ലാസ്, എല്ലാം കൂടെ ആയിട്ട് സാർ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി പല കുട്ടികളും പറയാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് വരുന്ന SSLC +2 പരീക്ഷയിൽ ഫുൾ മാർക്ക് ലഭിക്കാൻ, ഫുൾ A+ ലഭിക്കാൻ സമയം എങ്ങനെ ക്രമീകരിക്കാം, എല്ലാത്തിനും നമുക്ക് എങ്ങനെ സമയം കണ്ടെത്താം. ഓൾറെഡി ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ സെപ്പറേറ്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുട്ടികൾ അത്യാവശ്യം എല്ലാവരും നല്ല ടെൻഷനിലാണ്. പക്ഷേ ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 24 മണിക്കൂർ സമയം എനിക്കും നിങ്ങൾക്കും ഫുൾ A+ വാങ്ങിക്കുന്ന കുട്ടികൾക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിനും എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ഈ 24 മണിക്കൂർ സമയം. ആർക്കും കൂടുതൽ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അതിനേക്കാൾ കുറച്ച് സമയം കിട്ടുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ടൈം എന്ന് പറയുന്ന റിസോഴ്സ്. ടൈം ഈസ് മണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സമയം നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, നല്ല കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും, സൂപ്പറായിട്ട് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. കാരണം നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ ഒരു ഓർഡർ ഉള്ള പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഷെയർ ചെയ്തത്. നമ്മളൊക്കെ ഓഫീസിലായി കഴിഞ്ഞാലും പഠിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിസ്റ്റ് ഓഫ് ടാസ്ക്. മീൻസ് നിങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് അവിടെ എഴുതുന്നു. ജസ്റ്റ് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് എഴുതുന്നു. ഇപ്പോൾ 14/2/2022. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നു. ഈ ഇമേജിൽ കാണിച്ചതുപോലെ ടാസ്കുകളൊന്ന് ലിസ്റ്റ് ചെയ്യുക. ടാസ്കുകൾ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് മാത്സ് ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്സ് ഹോംവർക്ക്, അതേപോലെ തന്നെ ഓരോ ടാസ്കുകളും മാത്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. ഫിസിക്സ് ഏതെങ്കിലും ചാപ്റ്റർ റിവൈസ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും, അത്. ചിലപ്പോൾ സ്കൂളിൽ നാളെ കെമിസ്ട്രി പരീക്ഷ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ കെമിസ്ട്രി ആ ചാപ്റ്റർ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ജസ്റ്റ് കുറിച്ച് വെക്കുക. ഈ ടാസ്കുകൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നമ്പർ ഒന്നും ഇടണ്ട, ജസ്റ്റ് ടാസ്കുകളുടെ പേര് മാത്രം എഴുതുക. ലിസ്റ്റ് ഓഫ് ടാസ്കുകൾ. അതായത് ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആയി, ഇതൊക്കെ ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ബോധം. പൊതുവേ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തൊക്കെയോ ചെയ്ത് കൂട്ടും. പരീക്ഷയാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയോ ഒക്കെ ചെയ്യും. പക്ഷേ ഒന്നിനും ഒരു ഓർഡർ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ആ ഓർഡർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു പേപ്പറിൽ ഡേറ്റ് എഴുതിയിട്ട് ടാസ്കുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ ടാസ്കുകൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ സിലബസിൽ ഇല്ലാത്ത ടാസ്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മ നിങ്ങൾ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് സമയം വേണം. സോ ജസ്റ്റ് ആ ടാസ്കും കൂടെ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് ഏതാണോ, ഏത് ഭാഷയിലാണോ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി വെക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ലിസ്റ്റ് ഓഫ് ടാസ്ക്. ടാസ്കുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് ദ ടാസ്ക്. മുൻഗണനാ ക്രമത്തിൽ അതൊന്ന് ക്രമീകരിക്കണം. അഥവാ ഇമ്പോർട്ടൻറ്റ്, ടഫ്, അർജൻറ്റ്, ഈ 3 ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സപ്പോസ് നാളെ കെമിസ്ട്രി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് അർജൻറ്റ് ടാസ്ക്കാണ്. പ്രയോറിറ്റീസ് മുൻഗണനാക്രമത്തിൽ ഒന്ന് തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ടഫായിട്ടുള്ള ടാസ്കുകൾ. പൊതുവേ നമ്മുടെ കുട്ടികൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ തിരിഞ്ഞു നോക്കാറേ ഇല്ല. ഭൂരിഭാഗം കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് ചിലപ്പോൾ ടഫായിരിക്കും. മാത്സ് ടഫാണെങ്കിൽ എന്ത് ചെയ്യുക, മാത്സ് പ്രോബ്ലം ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ മാത്സ് നോട്ട്ബുക്ക് എടുത്ത് നോക്കാനോ ഒന്നും മൈൻഡ് ചെയ്യില്ല, അതിങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചാൽ ആ സബ്ജക്റ്റിന് എന്തെങ്കിലും A+ കിട്ടുമോ കുട്ടികളെ? ചിലവർക്ക് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ആയിരിക്കും ടഫ്, അത് വായിക്കാനേ പോകില്ല. അങ്ങനെ ആവരുത്. ടഫായിട്ടുള്ള ടാസ്കുകൾക്ക് മുൻഗണന കൊടുക്കുക. അതായത് ഒരു കുട്ടി വിചാരിക്കുകയാണ് ഹിന്ദി എനിക്ക് ടഫാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു 10 മിനിറ്റ് ഹിന്ദി വായിച്ച് അതിൻ്റെ നോട്ടൊന്ന് തയ്യാറാക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 1 വീക്കൊക്കെ കഴിയുന്ന സമയത്ത് ഹിന്ദി ഇങ്ങനെ ഈസി ആയിട്ട് തുടങ്ങും, അതുറപ്പാണ്. അതേപോലെ തന്നെ ഈ ടഫ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് റിവിഷൻ, ഡെയിലി പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പഠിക്കുന്ന സംഗതി മറന്നു പോവാണ്ടിരിക്കാൻ കൃത്യമായ റിവിഷൻ പ്ലാൻ നമുക്ക് വേണം. അതിനെക്കുറിച്ച്
വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഏതായാലും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാം. അങ്ങനെ ഓരോന്നും ഇമ്പോർട്ടൻറ്റ്, ടഫ്, അർജൻറ്റ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്പർ ഇടണ്ട, ജസ്റ്റ് ടാസ്കുകൾ എഴുതുന്നു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, നമ്പർ ഇടുന്നു. എന്നിട്ട് നിങ്ങൾ ഓരോ ടാസ്കുകളും ചെയ്ത് തീർക്കുക. ചെയ്ത് കഴിയുന്ന സമയത്ത് ഓരോ ടാസ്കുകളും ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ ഒരു ക്രോസ് അല്ലെങ്കിൽ ഒരു വെട്ട് ഒക്കെ ഇങ്ങനെ കൊടുക്കുക. ഇതേപോലെ ഒന്നെങ്കിൽ ഒരു ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്രോസ് ലൈൻ വരക്കുക, അല്ലെങ്കിൽ ഒരു ടിക്കൊക്കെ ഇടുക. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. അതിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഡെലിഗേഷനാണ്. ഇത് മേ ബി നിങ്ങളുടെ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത ടാസ്കുകൾ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പരമാവധി സമയം പഠനത്തിലേക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും, വീട്ടിലുള്ള അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാം. അടുത്ത വീട്ടിൽ പോയി ഒരു സാധനം വാങ്ങാനാണെങ്കിൽ അവർക്കും പോയി വാങ്ങാം. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ടാസ്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്നും ചെയ്ത് തീർത്ത് അവസാനം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇവാലുവേഷൻ. സപ്പോസ് നിങ്ങൾ 10 ടാസ്കുകൾ എഴുതിയിരുന്നു എന്ന് വിചാരിച്ചോളൂ, അതിൽ 10ഉം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് കൂളായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റും. അടുത്ത ദിവസം രാവിലെ വളരെ ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ട്യൂഷൻ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്കോ ഒക്കെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കുകളെല്ലാം നിങ്ങൾ ചെയ്തു തീർത്തു. ഇങ്ങനെ നമ്മുടെ സമയം നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഫുൾ A+ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സപ്പോസ് നിങ്ങൾ 10ൽ 10 ടാസ്ക് എഴുതി, പക്ഷേ ഒരു 5ഓ 6ഓ ആണ് ചെയ്തതെന്ന് വിചാരിച്ചോ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ചിലപ്പോൾ ഇതൊരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ എഴുതുന്ന എല്ലാ ടാസ്കുകളും ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നോ ടെൻഷൻ. അടുത്ത ദിവസം എന്ത് ചെയ്യുക, ഒരു 6 എണ്ണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഡേ ബൈ ഡേ ഒരു 3 to 4 ഡേയ്സ് കൊണ്ട് ഈ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ടാസ്കുകളും ചെയ്ത് തീർക്കുന്ന രീതിയിലേക്ക് ഒരു വാശിയോട് കൂടി മുന്നേറി കഴിഞ്ഞാൽ നോ ടെൻഷൻ, കൂളായിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ടാസ്കുകൾ എഴുതി വെക്കുന്നു, ഓരോന്നായിട്ട് പിന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ്, ടഫ്, അർജൻറ്റ്. ടഫായിട്ടുള്ളതിന് മുൻഗണന കൊടുക്കണം, അത് വിട്ടുപോകരുത്. അങ്ങനെ മുൻഗണന കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കുകളും ചെയ്തു തീർക്കുന്നു. ഒരു ടിക്ക് അല്ലെങ്കിൽ ക്രോസ് കൊടുക്കുക. അങ്ങനെ ടിക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, കാരണം ഓരോന്നും ചെയ്തു തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആയി. ഇത് ജസ്റ്റ് ഒരു 1 or 2 വീക്കോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അടുത്ത ദിവസമൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എഴുതാതെ തന്നെ നിങ്ങൾക്ക് മൈൻഡിലൊരു പ്ലാൻ വരും, ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് തീർക്കണം എന്നുള്ളത്. അങ്ങനെ പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതും ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൽ എത്ര സമയം പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ചിന്തിച്ചു നോക്കൂ. ഉറങ്ങുന്ന സമയമൊക്കെ കൂട്ടിക്കോളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂർ എന്ത് ചെയ്തു എന്ന് പോലും പല കുട്ടികൾക്കും പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഇന്നലത്തെ, ഇപ്പോൾ ഈ ഒരു സമയം മുതൽ ഇന്നലെ ഈ ഒരു സമയം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. മിക്കവാറും കുട്ടികൾക്ക് ഒരു 5 to 6, 7 മണിക്കൂർ വരെ ഞാൻ ഇന്ന കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് വരെ പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെയാണ് സമയം നഷ്ടപ്പെടുന്നത്. വെറുതെ അവിടെയും ഇവിടെയും ഫോണിൽ കളിച്ചുകൊണ്ടും മറ്റൊക്കെ സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ സമയം നഷ്ടപ്പെട്ടു പോവാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പാണ് റിസൾട്ട്. വരുന്ന പരീക്ഷയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ A+ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിലേക്കുള്ള കൂടുതൽ ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.